നീണ്ടൂരിൽ കുടുംബാരോഗ്യ കേന്ദ്രവും സബ് സെൻ്ററുകളും നിർമ്മിക്കുന്നു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഓണംതുരുത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും കൈപ്പുഴ, നീണ്ടൂർ സൗത്ത് എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന സബ് സെൻ്ററുകളുടെയും ശിലാസ്ഥാപന കർമ്മം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 1,43,00,000 രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. നാളുകളിൽ ആ കുടുംബാരോഗ്യ കേന്ദ്രം കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചും രോഗികൾക്ക് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അത് വലിയൊരു കാര്യമായി ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം മാറുകയാണ്. കൈപ്പുഴ, നീണ്ടൂർ സൗത്ത് സബ് സെൻ്ററുകളുടെയും നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടിയാണ് 55 ലക്ഷം രൂപ പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് 1,10,00,000 ആവും, മറ്റത് 1,43,00,000 അങ്ങനെ രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് ഏതാണ്ട് 2,53,00,000 രൂപയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വലിയ ഗുരുതരമായ കാര്യം. കൈപ്പുഴ സെൻറ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ് അധ്യക്ഷനായിരുന്നു. ദേശീയ ആരോഗ്യ ദൗത്യം വഴി 1,43,00,000 രൂപ ചെലവിട്ടാണ് കുടുംബാരോഗ്യ കേന്ദ്ര നിർമ്മാണം നടത്തുന്നത്. സബ് സെൻ്ററുകൾക്ക് 55 ലക്ഷം രൂപ വീതം ചെലവിടും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PD ബാബു, MK ശശി, KS രാഗിണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ഷാജി, ഷൈനു ഓമനക്കുട്ടൻ, മരിയ ഗുരേത്തി, ലൂസി മേടയിൽ, മായ ബൈജു, പുഷ്പലത തോമസ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ മരിയ അഗസ്റ്റിൻ, സെക്രട്ടറി K സുരേഷ്, CDS ചെയർപേഴ്സൺ NJ റോസമ്മ എന്നിവർ പങ്കെടുത്തു.